അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തംബ്നെയിലിൽ കണ്ട ഒരു നോട്ടീസ് എങ്ങനെ വേർഡ് അറിയാത്ത ഒരാളിന് പോലും വേർഡിൽ ടൈപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായിട്ട് നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ടാണ് MS വേർഡ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ മുകളിൽ കാണുന്ന പേജ് ലേഔട്ടിൽ നമ്മൾ നോർമലി ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന A4 പേപ്പർ സെലക്ട് ചെയ്യുക. നമ്മൾ നോട്ടീസുകളെല്ലാം ചരിച്ചായിരിക്കും എടുക്കുന്നത്, അതുകൊണ്ട് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റുക. മാർജിൻസ് നോർമലാണ് ഉപയോഗിക്കേണ്ടത്. നാരോ ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നാരോ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. മുകളിൽ കാണുന്ന ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ, ഇതിനെ വേർഡിൽ ടാബുകൾ എന്നാണ് പറയുന്നത്. ഇതിന് താഴെ ഒരു റിബൺ നൂത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ കാണിക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ റിബൺ എന്ന് വിളിക്കുന്നത്. ഈ റിബണിൽ ഹോം നോക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ, എഡിറ്റിംഗ് എന്നിങ്ങനെ ഈ റിബണിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോണ്ടും പാരഗ്രാഫും മാത്രമാണ് ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടൻറ്റിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഹെഡിങ് ആണ്. ഹെഡിങ്ങിന് നമ്മൾ ബോൾഡ് ആക്കുകയും അണ്ടർലൈൻ കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഹെഡിങ്ങിന് ഇത്രയും സൈസ് പോരാ, അതുകൊണ്ട് തന്നെ 60 കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലുതാക്കാൻ പറ്റും അതിനെ. ഇത് ഫോണ്ട് സൈസാണ്. ആ ഫോണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഫോണ്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അണ്ടർലൈൻ ആവശ്യമുണ്ട്, അണ്ടർലൈൻ കൂടെ കൊടുക്കാം. ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കുകയും അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും ചെയ്യാം. ഇപ്പോൾ സ്റ്റാഫിന് ആവശ്യമുള്ളതെന്നുള്ളത് നമുക്ക് സെൻറ്ററിൽ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കാം. നിങ്ങളിതിൽ കഴ്സർ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ, അലൈൻ ടെക്സ്റ്റ് റൈറ്റ്, ജസ്റ്റിഫൈ. ഇതിൽ നമുക്ക് സെൻറ്റർ അലൈൻമെൻ്റ് ആണ് വേണ്ടത്, അതുകൊണ്ട് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. താഴത്തെ ടെക്സ്റ്റ് തുടങ്ങേണ്ടത് സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏകദേശം സെൻറ്ററിൽ നിന്നാണ്. നമ്മളിത് ചെയ്യുന്നത് ഈ റൂളർ മുകളിൽ നമ്മൾ കാണുന്ന വ്യൂ എടുത്താൽ റൂളർ ഓണാക്കിയാൽ മാത്രമേ റൂളർ അവിടെ കാണുള്ളൂ. അതുകൊണ്ട് വ്യൂ എടുക്കുക, റൂളർ ഓണാക്കുക. നഗരത്തിലെ എന്നുള്ളതാണ് തുടക്കത്തിൽ വേണ്ടത്. അവിടെ ഫസ്റ്റ് ലൈനിൻ്റെ നിന്ന് എഴുതി കാണിക്കുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അവിടുന്ന് മാത്രമേ ആ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് കൂടെ കൂട്ടാം. കണ്ടന്റ് എല്ലാം സെലക്ട് ചെയ്യുക. നേരത്തെ പോലെ ആ പാരോ ക്ലിക്ക് ചെയ്ത് സൈസ് കൂട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നഗരത്തിലെ പ്രമുഖ കഴിഞ്ഞ് ഒരുപാട് സ്പേസ് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സെയിൽസ് അസിസ്റ്റൻ്റ് എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് പോലും 15,000 രൂപ കഴിഞ്ഞിട്ടുള്ള താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്നുള്ളതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഈ ജസ്റ്റിഫൈ എന്നുള്ള ടാബ് ഉപയോഗിക്കേണ്ടത്. പാരഗ്രാഫിൽ ജസ്റ്റിഫൈ എന്നുള്ള ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് തന്നെ അതിലെ സ്പേസ് അറേഞ്ച് ചെയ്ത് ബിഗിനിങ്ങും എൻഡിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ ഉപയോഗിക്കുക. അപ്പോൾ നഗരത്തിലെ കുറച്ച് മാറിയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കാം. റൂളറിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കാം. Ctrl+P പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നിന്ന് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വിൻഡോസ് 10 മുകളിലോട്ടുള്ള എല്ലാ വെർഷനുകളിലും പ്രിൻ്റ് ടു PDF എന്ന പ്രിൻ്റർ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസിൽ പോവുക, പേപ്പർ സൈസ് A4 ആക്കുക, ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഈ ഡോക്യുമെൻ്റ് നമുക്ക് PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഡോക്യുമെൻ്റ് സേവ് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് എടുക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് MS വേർഡിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.